കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ കണ്ണൂരിൽ നിന്ന് വന്നത് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ട്. വലിയ കോലാഹലം, പ്രചണ്ഡമായ പ്രചാരണം ഇതൊക്കെയായിരുന്നു അന്ന് നടന്നത്. കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറുന്നത് മുതൽ തിരുവനന്തപുരത്ത് എത്തി താമസിക്കുന്ന വീട്, അവിടെ നിന്നും രാവിലെ KPCC ഓഫീസിലേക്ക്, ഇതെല്ലാം ലൈവ് ടെലികാസ്റ്റ് ചെയ്തു നമ്മുടെ മാധ്യമങ്ങൾ. അതുമാത്രമല്ല, വളരെ സ്പെഷ്യൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത മാധ്യമങ്ങളുണ്ട്. മലയാള മനോരമ വാരികയിൽ പോലും ഇന്റർവ്യൂ വന്നു കെ സുധാകരന്റെ. എന്തായിരുന്നു കെ സുധാകരനെ കൊണ്ടുവരുവാനുള്ള പ്രധാന ഉദ്ദേശം? അത് പിണറായി വിജയനെ എതിരിടാൻ കണ്ണൂരിൽ നിന്ന് ഇതാ അദ്ദേഹത്തിന്റെ എതിരാളി, യഥാർത്ഥ എതിരാളിയെ കൊണ്ടുവന്നിരിക്കുന്നു. കണ്ണൂരിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പിണറായി വിജയനോട് നേരിട്ട് പോരാടി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച കെ സുധാകരൻ ഇതാ KPCC പ്രസിഡന്റായി വന്നിരിക്കുന്നു. രണ്ടാം ഊഴം പിണറായി വിജയന് നൽകിയിട്ടുണ്ട് കേരള ജനത. ഇനി അത് നൽകാൻ അനുവദിക്കില്ല, കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കില്ല. ഇതൊക്കെയായിരുന്നു പ്രഖ്യാപനം. ഇനി കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ പിണറായി വിജയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ തിരുവനന്തപുരത്തേക്ക് വന്നത്. കെ സുധാകരന്റെ അനുയായികൾ അത് വേണ്ടത്ര പ്രചരിപ്പിക്കുകയും ചെയ്തു. കെ സുധാകരൻ ബ്രിഗേഡ് എന്ന പേരിൽ ഒരു ഓൺലൈൻ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. അവർ കെ സുധാകരന്റെ അപദാനങ്ങൾ പാടിക്കൊണ്ടേയിരുന്നു. മലയാള മനോരമ അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. മറ്റു മാധ്യമങ്ങൾ ഗോഗോ പാടി കെ സുധാകരന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഇനി സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും എന്നൊക്കെയായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് പറഞ്ഞത്. അതൊക്കെ ഒന്ന് തിരിച്ചുപോയി കേട്ടു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. എന്തൊക്കെയായിരുന്നു കെ സുധാകരനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പാടി നടന്നത് എന്ന്. അന്ന് എന്ന് വെച്ചാൽ അധികാരം ഏറ്റെടുക്കുന്ന ദിവസം ഇന്ദിരാഭവനിൽ കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ PD സതീശനും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, തബ്സം കൊടുക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും, ഒരാത്മാവും രണ്ട് ശരീരവുമായിരിക്കും എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ നമുക്ക് കാണിച്ചു തരും. അത്രമാത്രം വലിയ പ്രചാരണമാണ് കെ സുധാകരന്റെ വരവിന് കൊടുത്തത്. ഇപ്പോഴോ കെ സുധാകരൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? എലിയെ പോലെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത് KPCC ഓഫീസിൽ നിന്ന്. അതിനുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കെ സുധാകരനെ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് VD സതീശൻ പറഞ്ഞു. അത് ഇപ്പോൾ നടപ്പാകാൻ പോകുന്നു. സുനിൽ കനോഗുലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ കെ സുധാകരനെ KPCC ആസ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഇതാണ് റിപ്പോർട്ടിന്റെ കാതൽ. പകരം ആളെ കൊണ്ടുവരണം. അങ്ങനെ നാണം കെട്ട് തിരിച്ച് കണ്ണൂരിലേക്ക് പോകേണ്ടി വരുന്ന കെ സുധാകരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയനുണ്ട്. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭരണനിർവഹണത്തിൽ ശ്രദ്ധിച്ചു. ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഇന്നല്ല കെ സുധാകരനെ പുറത്താക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തന്നെ ഇത്തരം നീക്കങ്ങൾ VD സതീശൻ വിഭാഗം നടത്തിക്കൊണ്ടിരുന്നു. കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് കെ സുധാകരൻ ആദ്യം മുതലേ പറഞ്ഞതാണ്. KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരുന്ന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെയും പ്രവർത്തനം ഏകോപിപ്പിക്കണം, പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, അതുകൊണ്ട് മത്സരിച്ചാൽ ശരിയാവില്ല എന്നാണ് കെ സുധാകരൻ ആദ്യം മുതൽ പറഞ്ഞത്. എന്നാൽ കെ സുധാകരനെ മത്സരിപ്പിച്ചേ തീരൂ എന്ന വാശി VD സതീശൻ വിഭാഗം എടുത്തു. ഹൈക്കമാൻഡും അതിനോടൊപ്പം നിന്നു. അതുകൊണ്ട് എല്ലാവരും മത്സരിക്കണം, സിറ്റിംഗ് MPമാർ എല്ലാവരും മത്സരിക്കണം. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ തോറ്റുപോകും. അതുകൊണ്ട് കെ സുധാകരൻ നിർബന്ധമായും മത്സരിക്കണം എന്ന് വാശി പിടിച്ച് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിച്ചു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവധി എടുപ്പിച്ചു. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കുന്നില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചു വരുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കമാൻഡ് അനുമതി കൊടുക്കുന്നില്ല. അദ്ദേഹം പരസ്യമായി നിലപാടെടുത്തു. KPCC പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുക്കും, KPCC ഓഫീസിലേക്ക് കയറി ചെല്ലും, അങ്ങനെ സ്വമേധയാ അധികാരം ഏറ്റെടുക്കും എന്നും. അങ്ങനെ കെ സുധാകരൻ അണികളെയും കൊണ്ട് പിടിച്ചെടുക്കുകയായിരുന്നു KPCC ഓഫീസ്.
അക്ഷരാർത്ഥത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. KPCC ഓഫീസിൽ പോയി പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്ന് അദ്ദേഹം ദീർഘനിശ്വാസം വിടുന്നത് വരെ നാം കണ്ടതാണ്. കിട്ടിപ്പോയി വീണ്ടും കസേര, KPCC പ്രസിഡന്റിന്റെ കസേര നഷ്ടപ്പെടും എന്ന് കരുതിയതാണ്. വലിച്ച് താഴെയിടാൻ പലരും ശ്രമിച്ചതാണ്, നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് ശ്രമിച്ചത്? CPM അല്ല. ശ്രമിച്ചത് മുഴുവൻ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്, പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന് അന്നത്തെ പ്രസ്താവനകൾ, മാധ്യമ വാർത്തകൾ ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിനുശേഷവും അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നു. അവസാനമാണ് കനകൊലുവിന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ആരായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പടിയിറക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് MP സ്ഥാനം കഴിയുന്നതുവരെ MP ആയി തുടരാം. അതിനുശേഷം സീറ്റ് പോലും നൽകാൻ സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നത്. സുധാകരനെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരുന്ന സുധാകരൻ ബ്രിഗേഡ് എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഇപ്പോൾ കാണാനേയില്ല. അതൊക്കെ ചിന്നി ചിതറി പല കർഷണങ്ങളായി മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ VD സതീശൻ വിഭാഗവും സുധാകരൻ വിരുദ്ധരും ഗ്രൂപ്പിനെ ബ്രിഗേഡിനെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു കാര്യം പറയാം, പിണറായി വിജയനെ താഴെയിറക്കുമെന്ന് പ്രഖ്യാപിച്ച് വന്ന സുധാകരൻ ഇപ്പോൾ നാണം കെട്ട് KPCC ഓഫീസിന്റെ പടിയിറങ്ങി കണ്ണൂരിലേക്ക് പോകുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ സുധാകരനാണ് തന്നെ പടിയിറക്കി പിണ്ടം വച്ചവരോട് ശക്തമായി പ്രതികരിക്കുമോ സുധാകരൻ? അതല്ല എലിയെ പോലെ കണ്ണൂരിൽ പോയി ഒതുങ്ങിക്കൂടുമോ? ഇതാണ് ഇനി അറിയേണ്ടത്. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ തീരുകയല്ല പുനഃസംഘടനയോടുകൂടി ഉണ്ടാവുക, പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്യുക. അതാണ് കോൺഗ്രസിന്റെ രീതിയും.